Bye.
വിലാസ പുഞ്ചിരി കൈക്കൊള്ളണവ പടയ്ക്കുവാൻ മുടയ്ക്കുമഴകേറും പടയുടെ പൊന്നുമതിനെട്ടില്ല മലവാഴി മുണ്ടയ്യം കാരുചാത്ത ചെങ്ങാതിയും വാഴേ ദേശത്തിലോ അഴകിയ ദേശമായിരിക്കുന്നല്ലോ പന്തല്ലൂര് ദേശം കരകരപ്പുറം വാഴുക പന്തല്ലൂര് ദേശത്തു പൊങ്കുറ്റിയാലും കഥടുവാടത്തോട്ടം കുടിച്ചാലപ്പുരയിലായിരിക്കുന്നു ചപ്പും ചേനം ചെറുപറയും കുത്തിരി എന്ന പെരുമ്പറച്ചിയും വാഴുക അവരുടെ കുടിച്ചിനാലപ്പുരയിലായിരിക്കുന്നല്ലോ ഒറ്റക്കാലും മുക്കുമോണിയുള്ള കുടിയിരിക്കുക അച്ഛൻ്റെ മകനെ ഓമനാകുട്ടി കരികുട്ടി സ്വാമിയുവാഴേ ശ്രീകൈലാസം വാഴുക പരമേശ്വരൻ വാഴുക മൂർത്തികൾ മൂവരും വാഴുക സത്യസ്വരൂപിണി പാർവതി മാധവൻ വാഴുക പുള്ളിക്കുന്ന കാട്ടകത്ത് കൂളിവാണ എന്ന കാട്ടാളത്തി വെള്ളവിടാവും വാഴുക വട്ടേരി നമ്പുരാനും വാഴുക 336 ഓമന കുട്ടിച്ചാത്തന്മാരും വാഴുക വട്ടേരി നമ്പുരാന്റെ പെണ്ണ് പിറന്നവളായ അകത്തോടിരിക്കും വീട്ടിനാരായണി കുഞ്ഞാപോലെ പെണ്ണ് പെൺകിടാവും വാഴുക വൈരൂര് നമ്പൂതിരി നമ്പുരാനും വാഴുക അച്ഛൻ പരമേശ്വരൻ സത്യസ്വരൂപിണി പാർവതി മാതാവും കൂടെ പാത്തവും പുലർന്നും മണിവളരും ഒരു കാലത്ത് ഭൂമിലോകത്തായിരിക്കുന്നല്ലോ ഉച്ചിടിയും വെട്ടികുതമാരി മഞ്ഞും മഴകളൊക്കെ വെയിലിറങ്ങുന്നു വെള്ളിടിയും വെട്ടിയന്മാരി മഞ്ഞും മഴകളൊക്കെ വെയിലിറങ്ങുന്നു അങ്ങേരത്ത് പാർവതി മാതാവായിരിക്കുന്നല്ലോ അച്ഛൻ പരമേശ്വരനെ വിളിച്ച് അച്ഛനോടങ്ങ് മറുപടി പറയുന്ന ായിരിക്കുന്നല്ലോ പുത്തിടിയും വെട്ടിയില്ല പുതുമാരി മഞ്ഞും മഴകളൊക്കെ വെയിലിറങ്ങിയില്ല വെള്ളിടിയും വെട്ടിയില്ല അന്മാരി മഞ്ഞും മഴകളൊക്കെ വെയിലിറങ്ങിയില്ലേ ഭൂമിലോകത്തോടെ ഒന്ന് വഴിപോകണം 7 നാളത്തെ പകൽ പിറന്ന വഴിയിൽ നായാട്ടുകളെ കഥമുടിച്ച് മതിയാവുള്ളൂ അച്ഛ എന്ന് പറയുന്നു ഒരു നേരത്ത് അച്ഛൻ പരമേശ്വരനായിരിക്കുന്നല്ലോ അച്ഛൻ വിളിക്കുന്നത് അത്ര വളർന്ന് വേലാറ്റിലും മുങ്ങിതാന്ന് വിളിയും കഴിയുന്നു ശങ്കരതനായ കൊട്ടിലും ചെല്ലുന്നു ശങ്കരതനായ മണിയും കഴിയുന്നു മണിയടിച്ച് പൂജയും കഴിയുന്നു അഞ്ചല്ലോ ഭസ്മക്കുറകളെ അണിഞ്ഞ അടശീലകളൊക്കെ നുഴഞ്ഞെടുത്ത് പകലേക്ക് വെച്ചെന്ന അമൃതഭോജനം 3 അമൃതം കഴിഞ്ഞ് പാർവതി മാതാവും മൊത്തങ്ങനെ അറിയിരിക്കുന്നു അഞ്ചല്ലോ നായാടിമാരെ വിളിച്ചു കൂട്ടുന്നു വെള്ളരി കുഞ്ഞിക്കുലവൻ നായാടിമാരെ വിളിച്ചു കൂട്ടുന്നു അഞ്ചല്ലോ നായാടിമാരെ തുണകൂട്ടി പാർവതി മാതാവിനോട് മണികുട യാത്രയും ചൊല്ലുന്നു 7 നാളത്തെ പകൽ പിറന്ന വെള്ളിയിലെ നായാട്ടിന് അച്ഛൻ വഴി പോകുന്നു ഒരു നേരത്ത് അത്തിക്കുന്ന മണിമാമല പുറം കിടക്കുന്നു ചെത്തിക്കുന്ന മണിമാമല പുറം കിടന്ന് ശങ്കരത്തിക്കുന്ന മണിമാമല പുറം കിടന്ന് കള്ളി എന്ന ഘട്ടം കടക്കുന്നു തുള്ളി എന്ന വനവാസം കടന്നു ഓടിയാറെന്ന വനവാസം കടക്കുന്നു ഉല്ലാരിതന്റെ നട്ടുന്തുരുത്തിൽ വെച്ച് വഴിതിരിയുന്ന ഒരു നേരത്ത് അച്ഛൻ പരമേശ്വരനായിരിക്കുന്നല്ലോ വഴിനായാട്ടും ഉച്ചനായാട്ടും ഒടിനായാട്ടും കഥമുടിക്കുന്നു ഒരു നേരത്ത് അച്ഛൻ പരമേശ്വരനും ഒന്നും തന്നെ കിട്ടിക്കാണാനില്ല അച്ഛനായിരിക്കുന്നു മനം നിറഞ്ഞ ദുഃഖത്താല് മനംപ്രേഷിച്ച് വീരാദുഃഖങ്ങളെ കൊണ്ട് ചെങ്കുരം വാദങ്ങളിൽ വരിക്കല പ്രാവിന്റെ തൃക്കടാമാരത്തും തണലും ചാച്ചങ്ങ് അച്ഛനും അറിയിരിക്കുന്ന പരമേശ്വര
ഭൂമിലോകത്തായിരിക്കുന്നല്ലോ ഉച്ചടിയൊക്കെ വെട്ടിയില്ലേ പൊതുമായി മണ്ണും മഴകളൊക്കെ വെട്ടിയിറങ്ങിയില്ലേ എനിക്കായിരിക്കുന്നല്ലോ ചന്നകിഴങ്ങ് ചാവാൻ കിഴങ്ങുകളൊക്കെ മനസ്സിലോന്നിനന്തവളായിരിക്കുന്നല്ലോ അവളുടെ കുടിച്ചിനാലപ്പുര അടച്ചു കൂട്ടുന്നു കൊമ്പു മുഴങ്ങളെയൊക്കെ എടുക്കുന്നു അവളുടെ വലത്തെ ഒക്കത്തും വയ്ക്കുന്നു ആരാച്ചി പോലും മുഖനാട് നൈവാളെടുത്ത് അവളായിരിക്കുന്നു ചന്നക്കിഴങ്ങ് ചാവാൻ കിഴങ്ങുകളൊക്കെ കുത്തുവാനും മാത്തുവാനും അങ്ങനെ വഴിയാല വഴി പോകുന്ന ചമ്പരത്തി കുന്ന മണിമാമല വറം കിടക്കുന്നു വഴി എന്ന വട്ടം കിടക്കുന്നു ചുള്ളി എന്ന വനവാസം കിടക്കുന്നു ഓട്ടയാർ എന്ന വനവാസം കടന്നു പുല്ലാരി നട്ടും തിരുത്തിൽ വച്ച് വഴി തിരിയുന്നു ഒരു നേരത്ത് കൂളിവാക പെണ്ണായിരിക്കുന്നല്ലോ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച ചന്നകിഴങ്ങ് ചാവാൻ കിഴങ്ങുകളൊക്കെ കുത്തിമാതിരേടി ആയിരിക്കുമ്പോൾ കൊമ്പുമുറങ്ങളെയൊക്കെ നിറവേറ്റുന്നു ചന്നകിഴങ്ങ് ചാവാൻ കിഴങ്ങുകളൊക്കെ എടുത്ത് അവളായിരിക്കുന്നല്ലോ കൊമ്പുമുറങ്ങളെയൊക്കെ നിറവേറ്റിയവളായിരിക്കുന്നു അച്ഛൻ കുളിക്കുന്ന തത്രവളന്റെ വേരാറ്റിലൂടെ കൊണ്ടുപോകുന്നു ചന്നകിഴങ്ങ് ചാവാൻ കിഴങ്ങുകളൊക്കെ എടുത്തവളായിരിക്കുന്നു തേച്ചും മുരിയും കളഞ്ഞായിരിക്കുമ്പോ കൂടിവാക പെണ്ണിന്റെ കടുപ്പിലോ കല്ലുമാല വിടിമാല ചതുർപ്പേകത്ത് കെട്ടാകിലോ കെട്ടടിയുന്നു കൂട്ടാകിലോ കൂട്ടടിഞ്ഞ് ഓളനല്ലി തത്രു വളഞ്ഞു പേരാതിലങ്ങനെ മുങ്ങിതാമോഹുന്ന കൂളിവാക പെണ്ണിനൊന്നും തന്നെ കിട്ടിക്കാണില്ല നേരത്ത് കൂളിവാക കരഞ്ഞ് കരഞ്ഞൂടെ കമരം പൊഴിച്ച് നിലനിൽക്കുന്നു ഒരു നേരത്ത് ആ നേരത്തിലായിരിക്കുന്നു കൂളിവാകയുടെ കരച്ചിൽ കേൾക്കുന്ന അച്ഛൻ പരമേശ്വരനായിരിക്കുന്നു കൂളിവാകയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ആനയോ പുലിയോ കരടിയോ സിംഹമോ കരയുന്നത് എന്ന വണ്ണം നിരന്ത് കൂളിവാക പെണ്ണിനെ കൊണ്ടുവാനങ്ങനെ അരിവെടുക്കുമ്പോ കൂളിവാക അച്ഛനെ കണ്ട അച്ഛനോടും പറഞ്ഞു അല്ലയോ അച്ഛ പരമേശ്വര പെണ്ണുങ്ങളെ കൊല്ലല്ലേ പെൺകുട്ടി ശാപം നെയ്യർക്കല്ലേ പശുക്കളെ കൊല്ലല്ലേ ബ്രാഹ്മണന്മാരെ കൊല്ലല്ലേ എന്ന വണ്ണം പറയുമ്പോ അങ്ങേരത്ത് അച്ഛനായിരിക്കുന്നല്ലോ കൂളിവാകയോട് പറഞ്ഞു അല്ലയോ എന്റെ കൂളിവാക പെണ്ണെ എന്തിനെ കൊണ്ട് ഈ കാട്ടില് ഉള്ളതല്ലേ തത്ര വളർന്ന് വേലാറ്റിന്റെ വൻകരയിലും കയറി വന്ന് മുറകേറുന്ന കാര്യമാ ഞാനൊന്ന് കേട്ടേടി കുളിവാക എന്ന വണ്ണം പറയുമ്പോ കുളിവാകയും പറഞ്ഞു അല്ലയോ അച്ഛ പരമേശ്വര ഞാനായിരിക്കുന്നല്ലോ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച കന്നക്കിഴങ്ങ് ചാവാൻ കിഴങ്ങുകളൊക്കെ അങ്ങനെ ബുദ്ധിമാതി തേടി അരിയുന്ന ഒരു കാലത്ത് കൊമ്പുമുറങ്ങളെയൊക്കെ നിറവേറ്റി അച്ഛൻ കുളിക്കുന്ന താത്രവള്ളിവേരാട്ടോടെ കൊണ്ടുപോകുന്ന ദേശം കളഞ്ഞറിയിക്കുമ്പോൾ എന്റെ വെളുത്തിൽ കിടന്ന കല്ലുമാല വിടിമാല ചതുർപ്പേരസ് കെട്ടാക്കിലോ കെട്ടടിഞ്ഞ് കൂട്ടാക്കിലോ കൂട്ടഴിഞ്ഞ് കൊള്ളനെല്ലി താത്രവളന്റെ വേരാട്ടിൽ കൊണ്ടിതാണ് പോയി അച്ഛാ പരമേശ്വര ആയത് എനിക്ക് എടുത്തു തന്നെന്ന് വന്നാല് ആയതിൽ പകുതി ഭാഗം അച്ഛനെടുത്തോളൂ എന്ന വണ്ണുക കൂളിവാകം നിന്ന് അരുളി പറയുന്ന വെള്ളി ചിഹ്നം പൊന്നും ഓർക്കുതിരാതന്റെ പുറത്തും ഇറങ്ങിയാട ശീലകളൊക്കെ മാറ്റിവെക്കുന്നു മഞ്ഞപൂവതന്റെ കിളിയാല പൊട്ടിച്ച് നാണോ മറയ്ക്കുന്നു അച്ഛൻ തപ്പിനു അന്നേരത്ത് പെണ്ണിന്റെ കൂട്ടാകിലോ കൂട്ടോടെ അച്ഛൻ പരമേശ്വരന്റെ വലങ്കയിലും കിട്ടിക്കാണുമ്പോൾ അങ്ങേരത്തച്ഛനായിരിക്കുന്നല്ലോ കൂളിവാക പെണ്ണിന്റെ മെയ്യാഭരണങ്ങള് കൂളിവാക പെണ്ണിന്റെ വലങ്കയിലും വെച്ചു കൊടുത്ത് അങ്ങേരത്ത് കൂളിവാകയും പറഞ്ഞു അല്ലയോ അച്ഛാ പരമേശ്വര
എന്റെ മെയ്യാഭരണത്തിന്റെ പകുതി ഭാഗം അച്ഛനെടുത്തോട് കൂടിവാക പറയും. ഒരു നേരത്ത് ഭക്ഷണോ പറഞ്ഞു. അല്ലയോ എന്റെ കൂടിവാക പെണ്ണുങ്ങളുടെ മെയ്യാഭരണങ്ങള് എനിക്കൊട്ടും അഴകോ ചിതം പോയില്ല. നീയായിരിക്കുന്നു നിന്റെ മെയ്യാഭരണങ്ങളൊട്ടും വ്യക്തമേ. ഞാനൊന്ന് കാണട്ടേടി കൂടിവാക എന്നൊന്നും പറയുന്നു. ഒരു നേരത്ത് കൂടിവാകളുടെ മെയ്യാഭരണങ്ങളൊക്കെ പേർത്തണഞ്ഞ് അച്ഛൻ പരമേശ്വരന്റെ തിരുമുമ്പിൽ അങ്ങനെ നിലകൊള്ളിക്കുന്നതാ. സംഘമോഹങ്ങളെ ചെയ്യുവാനും കൈകൊടുക്കുമ്പോ കൂടിവാക അടിമാറത്ത് കൈവച്ചുള്ളം തട്ടി ഉടമ്പുറച്ച് കൂടിവാക പെണ്ണും പറഞ്ഞു. അല്ലയോ അച്ഛാ പരമേശ്വരത്തിൽ ഒരു കാലം കാലിരിക്ക പുതുമയാണിത്. തീർഭൂർഗലത്തിൽപ്പെട്ട എന്നെങ്ങാനും തൊട്ടു ചുണ്ടിയെന്ന് പാർവതി മാതാവ് പറഞ്ഞു പോയാലും കുറയില്ലേ അച്ഛാ പരമേശ്വര എന്ന വണ്ണം കൂടിവാക പറയുമ്പോ അന്നേരത്ത് അച്ഛനും പറഞ്ഞു. എന്നൊന്നും പറഞ്ഞാൽ ഞാനൊട്ടും സമ്മതിക്കില്ല. കൂടിവാകി നിന്നെ കണ്ട മോഹങ്ങള് ഏറെ എനിക്കൊണ്ട് നിന്നെ തൊട്ട് ചീട്ട് സംഘമോഹങ്ങളും ചെയ്തില്ലെങ്കിൽ ഞാനൊട്ടും വഴി പോകില്ലടിയെ എന്നവണ്ണം പറയുമ്പോ കൂടിവാക അച്ഛനെ നോക്കി അച്ഛനോടും പറഞ്ഞു. അല്ലയോ അച്ഛ പരമേശ്വര അച്ഛനായിരിക്കുന്നു സത്യമുള്ള പള്ളിയിൽ നായാട്ടിന് വഴി പോകുമ്പോൾ പെണ്ണുങ്ങളെ തൊട്ട് വഴി പോകുന്നത് അത്രയ്ക്കും അഴകും ചിന്നം പോയില്ല. ആയത് കൊണ്ട് ഇങ്ങനെ കടുത്തേടാ നാളില് ചിറ്റേകണ്ണൻ മാങ്ങനേടി വരിക്കല പ്രാവിന്റെ തൃക്കടാവാരത്തുക ഞാനോ വന്ന് അറിയിരിക്കാം. അച്ഛനാ വഴി വന്നുവെന്ന് വന്നാല് എന്നെ കണ്ടുപോയെന്ന് വന്നാൽ എന്നെ തൊട്ടു തിണ്ടുവാനും കൈപിടിക്കുവാനും സംഘമോഹങ്ങളെ ചെയ്യുവാനും കുറവില്ല എന്ന് കൂടിവാകമെന്ന് അച്ഛനോടങ്ങനെ അരുളി പറയുന്ന കാലം ായിരിക്കുന്നല്ലോ. 7 നാളത്തെ പകൽ പിറന്ന വള്ളിവില്ല നായാട്ടിന് കൂടിവാകിയോട് അണികുട യാത്രയും ചൊല്ലി വഴി പോകുന്നു. ഒരു നേരത്ത് കൂടിവാകപ്പെണ്ണ തന്നെത്താനി തിരുമനസിലോ ഇത് കൊണ്ടൊട്ടു മതിയാകില്ല മതി പോലില്ല. 7 നാളത്തെ പകൽ പിറന്ന വള്ളിവില്ല നായാട്ടുകളെ കുടിച്ച് അച്ഛൻ മടക്കോ മുമ്പിൽ എനിക്കായിരിക്കുന്നല്ലോ. ശ്രീകൈലാസത്തോട്ട് പോകണം. സത്യസ്വരൂപിണിയായ പാർവതി മാതാവിനെ കാണണം എന്നവണ്ണം ചിനക്ക് കൂടിവാകയായിരിക്കുന്നല്ലോ. ശ്രീകൈലാസം നോക്കിയ വഴിയാന വഴി പോകുന്ന മാതാവിനെ നേടി വിളിയാന വഴി വിളിക്കുന്നു. ഒരു നേരത്ത് പാർവതി മാതാവായിരിക്കുന്നു. കൂടിവാക പെണ്ണിനെ കാണുമ്പോ കൂടിവാകയോട് ചോദിച്ചു. അല്ലയോ എന്റെ കൂടിവാകെ എന്തിനെ കൊണ്ട് നീ എന്നെ വിളിച്ച കാര്യം എന്ത് എന്നവണ്ണം ചോദിക്കുമ്പോ അന്നേരത്ത് കൂടിവാകി പറഞ്ഞു. അല്ലയോ എന്റെ പാർവതി മാതാവ് അച്ഛനായിരിക്കുന്നല്ലോ. 7 നാളത്ത് പകൽ പിറന്നവളുടെ വില്ലനായാട്ടിയ ഭൂമിലോകത്തോടെ വഴിവന്നു. ഒരു നേരത്ത് എന്നെ കണ്ടുപോയെന്ന് തൊട്ടു തിണ്ടുവാനും കൈപിടിക്കുവാനും സംഘമോഹങ്ങളെ ചെയ്യുവാനും അതുകൊടുത്തോ. ഒരു നേരത്ത് ഞാൻ അച്ഛനോടിരുവ പറഞ്ഞപ്പോൾ വഴി പോകുന്നതാണ് മാതാവേ എന്നവണ്ണം പറയുമ്പോ പാർവതി മാതാവും പറഞ്ഞു. അല്ലയോ എന്റെ കൂടിമാകപ്പെണ്ണെ എന്തോ ഒരു കാലമാണല്ലേ ദേവാകുലത്തിൽപ്പെട്ട നിന്നെങ്ങാനും തൊട്ടുതീണ്ടി എന്ന ദേവാകുലത്തിലെങ്ങാൻ അറിഞ്ഞു പോയാൽ എനിക്ക് കുറ്റം കുറവില്ലേടി. കൂടിവാകി ആയത്ത് കൊണ്ട് നിനക്കോരംഗോപദേശം ചൊല്ലിത്തരുവാൻ ഇരിക്കാവത് കഴിപോലില്ല. ഞാനായിരിക്കുന്നല്ലോ. വൈകുണ്ഠമോ വഴിപോകട്ടെ. വിഷ്ണു ഭഗവാനോട് അതിന്റെ അവസ്ഥ രൂപങ്ങളെ ഒന്ന് പറയട്ടേടി. കൂടിവാകി എന്നവണ്ണം പറഞ്ഞു. കൂടിവാകിയെ ശ്രീകൈലാസത്തും അനിരുത്തി പാർവതി മാതാവ് വൈകുണ്ഠം നോക്കി വഴിയാല വഴി പോകുന്ന കാലം വിഷ്ണുഭഗവാനായിരിക്കുന്നു. പാർവതി മാതാവിനെ കാണുമ്പോ പാർവതി മാതാവിനോട് ചോദിച്ചു. അല്ലയോ എന്റെ പാർവതി മാതാവേ എന്തിനെ കൊണ്ട് എന്നെ വിളിച്ച കാര്യമുണ്ട് എന്നവണ്ണം ചോദിക്കുമ്പോ
അന്നേരത്ത് പാർവതി മാതാവും പറഞ്ഞ അച്ഛനായിരിക്കുന്നല്ലോ ഏഴ് നാളത്തെ പകൽ പിറന്ന വള്ളിവില്ല നായാട്ടിന് ഭൂമിലോകത്തോടെ വഴിപോയൊരു നേരത്ത് കാട്ടാളത്തി പെണ്ണായ കൂടിവാകിയെ കണ്ടു അവിടെ കൊണ്ടുനീട്ടുവാനും കൈപിടിക്കുവാനും സംഘമോഹങ്ങളെ ചെയ്യുവാനും അരിപെടുത്തു ഒരു നേരത്ത് കൂടിവാക അച്ഛനോടൊരു നാച്ചതി പറഞ്ഞിപ്പോൾ ശ്രീകൈലാസത്ത് വന്ന് അറിയിപ്പുണ്ട് ആ കൂടിവാക പെണ്ണിന് ഒരംഗോപദേശം ചൊല്ലിക്കൊടുക്കണം എന്നവണ്ണം പറയുമ്പോ വിഷ്ണു ഭഗവാനും പറഞ്ഞു അല്ലയോ എന്റെ പാർവതി മാതാവ് നിങ്ങളിപ്പോൾ പറഞ്ഞ കൂളിവാകയില്ലേ ഈ കൂളിവാകയെ ഞാനൊട്ടും തന്നെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല നിങ്ങളായിരിക്കുന്നല്ലോ മാറുനാഴിക്ക് 100 വേഷങ്ങൾ അവതരിക്കുന്ന പാർവതി മാതാവല്ലേ കൂളിവാകയെ പോലെ ചമഞ്ഞൊരുങ്ങിയ അങ്ങനെ നിലനിൽക്കുക എന്നവണ്ണം പറയുന്നു ഒരു നേരത്തെ പാർവതി മാതാവായിരിക്കുന്നല്ലോ കൂളിവാകയെ പോലെ ചമഞ്ഞൊരുങ്ങിയ വിഷ്ണു ഭഗവാന്റെ തിരുമുമ്പിൽ അങ്ങനെ നിലനിൽക്കുന്ന വിഷ്ണു ഭഗവാൻ കണ്ട് മോഹിച്ചു പോകുന്നു അന്നേരത്ത് വിഷ്ണു ഭഗവാൻ പറഞ്ഞല്ലയോ എന്റെ പാർവതി മാതാവേ കൂളിവാകപ്പെട്ടിത്രയ്ക്ക് നടകുണ്ടാവുന്ന വെറുന്ന പെണ്ണിടാവുന്നു വന്നാല് അച്ഛൻ കണ്ടുപോയി എന്ന് വന്നാല് വെച്ചേക്കില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഈ കൂളിവാകെ ഞാനും കണ്ട് മോഹിച്ചു പോയിട്ടുണ്ട് എന്റെ മായത്തിൽ പറയുന്നു ഒരു മകനും കൂളിവാകയ്ക്ക് വിറങ്ങിരുന്നോട്ടെ എന്ന് വന്നോ അടിച്ചോ വരങ്ങൾ കൊടുക്കുന്നു വിഷ്ണു ഭഗവാനും പറഞ്ഞു ഈ മായാവിൽ തന്നെ നിങ്ങളായിരിക്കുന്നു ഭൂമിലോകത്തോടെ വഴിയില്ല 7 നാളത്തെ പകൽ പിറന്ന വഴിയില്ല നായാട്ടുകളെ കഥപിടിച്ച് അച്ഛൻ മടക്കമോ വരും മുമ്പില് കൂളിവാകയെന്നത് പാർവതി മാതാവിനെ തൊട്ടുതീണ്ടി എന്ന് വന്നാല് കൂളിവാക പെണ്ണിന് മക്കളും ഇറങ്ങി നിന്നോട്ടെ എന്ന വണ്ണം വാഴിച്ചോ വരങ്ങൾ കൊടുക്കുന്നു ഒരു നേരത്ത് പാർവതി മാതാവ് വിഷ്ണു ഭഗവാനോട് മണിക്കൂട്ട യാത്രയിൽ ചൊല്ലുന്നു ഭൂമിലോകം നോക്കി വഴിയാന വഴി പോകുന്നതാണ് മാതാവായിരിക്കുന്നല്ലോ ഭൂമിലോകത്തോടെ വഴിയാന വഴി ചെല്ലുന്നു ഒരു നേരത്ത് ഒരിക്കല പ്രാവിന്റെ തൃക്കടാവാരത്തും അണലും ചാച്ചറിയിരിക്കുന്നു ഒരു നേരത്ത് അന്നേരത്തച്ഛൻ പരമേശ്വരനായിരിക്കുന്നല്ലോ 7 നാളത്തെ പകൽ പിറന്ന പള്ളിയിൽ നായാട്ട് കഥ മുടിച്ച് ആ വഴി വന്നോ ഒരു നേരത്തെ കൂടിവാകെ എന്ന നിലത്ത് പാർവതി മാതാവിനെ തൊട്ടുനീണ്ടി സംഘമോഹങ്ങളെ ചെയ്ത് നിലനിൽക്കുന്നു ഒരു നേരത്ത് അച്ഛനും കൂടിവാകിനോട് പറഞ്ഞല്ലയോ എന്റെ കൂടിവാകപ്പെണ്ണെ നിനക്ക് 336 മക്കളും വിറങ്ങിരിക്കടി എന്ന വണ്ണം പറയുമ്പോ അന്നേരത്ത് കൂടിവാകിയും പറഞ്ഞു അല്ലയോ അച്ഛ പരമേശ്വര ഇത്രയ്ക്കും പെരുത്ത് മക്കളെ എനിക്ക് ജനിച്ചു എന്ന് വന്നാല് ഏവണ്ണമാണ് ഞാൻ മക്കളെ അണിവളർത്തേണ്ട എന്ന വണ്ണം ചോദിക്കുമ്പോൾ അച്ഛനും പറഞ്ഞ മക്കൾക്ക് 28 നാൾ വന്ന് എടുത്തു എന്ന് വന്നാല് മക്കളെ ശ്രീകൈലാസത്തോട്ട് കൊണ്ടുപോരെ മക്കൾക്ക് വേണ്ടുന്ന ഊണൂട്ടും പൂജ വല്ലി വേലകളും എന്റെ കയ്യും കണക്കാതെ തൊട്ടിക്കൊടുക്കാൻ കൂടിവാകി എന്ന വണ്ണം പറഞ്ഞ് അച്ഛനും ശ്രീകൈലാസം നോക്കി വഴിയാല വഴി പോകുന്നതാണ് അച്ഛനായിരിക്കുന്നല്ലോ ശ്രീകൈലാസത്ത് ചെല്ലും മുമ്പിൽ എനിക്കായിരിക്കുന്നു ശ്രീകൈലാസത്തോട്ട് വഴി പോകണം എന്നവണ്ണം പാർവതി മാതാവായിരിക്കുന്നു അച്ഛന്റെ ബീജത്തെ എടുത്തിരണ്ടല്ലോ ചന്നക്കിഴങ്ങ് ചാവാക്കിഴങ്ങിലൂടെ കിടത്തി ഭൂമിയുടെ അസ്ഥിപ്പേരുള്ള ഭൂമിസ്ഥാനത്ത് കൊണ്ടുപോയി വിളിച്ചു മൂടുന്നു എഴുതും തൂപ്പം മുടിച്ച് ആധാരം വയ്ക്കുന്നു ചന്നക്കിഴങ്ങ് ചാവാക്കിഴങ്ങുകൾക്കോ അടിച്ചോരങ്ങൾ കൊടുക്കുന്നു കൂടിവാക പെണ്ണുവന്ന് ഈ ചന്നക്കിഴങ്ങ് ചാവാക്കിഴങ്ങുകളൊക്കെ ബുദ്ധിമാന്തി എടുത്തു എന്ന് വന്നാല് അവളത് അവതോടും ചെയ്തോട്ടെ മക്കളെ പ്രസവിച്ചോട്ടെ എന്ന വണ്ണം ഞാനത് കൂടിവാക പാർവതി മാതാവായിരിക്കുന്നു ശ്രീകൈലാസം നോക്കി വഴിയാലെ വഴി പോകുന്നു ശ്രീകൈലാസത്ത് ചെന്ന് കൂടിവാകയെ കാണുമ്പോ കൂടിവാകയോട് പറഞ്ഞല്ലോ എന്റെ കൂടിവാക പെണ്ണെ നീ പറഞ്ഞതും ഞാൻ കണ്ടതും സത്യം പരമാത്മായിരുന്നടി
അച്ഛനായിരിക്കുന്നല്ലോ 7 നാളത്തെ പകൽ പിറന്ന വള്ളിയിൽ നിന്ന് നായാട്ടുകളെ കഥമുട്ടിച്ച് വന്ന ഒരു നേരത്ത് നീയെന്ന് നിനന്ത് എന്നെ തൊട്ട് തീണ്ടി സംഘമോഹങ്ങളും ചെയ്തു വഴി പോന്നിട്ടുണ്ട്. മക്കൾക്കുള്ള വരവും വരപ്രസാദങ്ങളും തന്നിട്ടുണ്ടടി. കൂടിവാക എന്ന വണ്ണം പറയുമ്പോ കൂടിവാക പാർവതി മാതാവിനോട് മണികുട്ടായാത്രയും ചൊല്ലി ലോകം നമുക്ക് വഴിയാല വഴി പോകുന്ന കാലം നേരത്തെ കൂടിവാദ്യം പറഞ്ഞു അല്ലയോ എന്റെ ബ്രഹ്മാവേ, ഇത്രയും നാളും കാലവും ഞാൻ ചന്തകിഴങ്ങ് ചാവാൻ കിഴങ്ങുകളൊക്കെ കുത്തിമാണ്ടി അരിയുന്നുണ്ട്. എനിക്ക് ഇതുപോലൊരു ചന്തക്കിഴങ്ങ് ചാവാൻ കിഴങ്ങുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന വന്നതിനന്ന് കൂടിവാകിയുടെ കുടിച്ചിനാലപ്പുറം നോക്കി വഴിയാല വഴി പോകുന്നു. അന്നേരത്ത് അന്നത്തെ സന്ധ്യാസുരപകരും അങ്ങനെ കിടന്നുറങ്ങുന്നു. പുലരുവാനായിട്ട് 7 നാഴിക വെളുപ്പുള്ള ഒരു നേരത്ത് ഒടിവാകപ്പെൺ ഉയർത്തെഴുന്നേറ്റ് ചന്നക്കിഴങ്ങ് ചാവാൻ കിഴങ്ങുകളൊക്കെ എടുത്തു വെച്ച് നിന്നു തൊട്ട് നിന്നു ഒഴുകിക്കുന്നു. വിറ്റന്നാളിൽ ഹൃദയം കൊള്ളുമ്പോ ചന്നക്കിഴങ്ങ് ചാവാൻ കിഴങ്ങുകളൊക്കെ പച്ചയ്ക്ക് തിന്ന് അന്നത്തെ സന്ധ്യാ ചെറുപകരും കിടന്നുറങ്ങി. പുലരുവാനായിട്ട് 7 നാഴിക വെളുപ്പുള്ള ഒരു നേരത്ത് ഒടിവാകപ്പെണ്ണ് കിളനെ പൊട്ടി ഡൂക്കനെ എഴുന്നേറ്റടിച്ചുകൊടുക്കുന്നു. തെളിക്കലങ്ങളെ എടുത്ത് നിലമുറ്റമടിച്ചു മാറി നിലവ് കൊള്ളുന്ന കാലം വെള്ളുത്തരങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന കൂത്ത് എന്നവണ്ണം തോന്നുന്നു. ഒന്നിനെ ഒരു കുളം റൈ കുളിക്കുന്നു, 2 നീരാടി കുളിക്കുന്നു, 3 നീരാടി കുളിക്കുന്നു. ഒട്ടകയിൽ നീർക്കോരി കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നു. ഇറവെള്ളം തൊട്ട് ശുദ്ധം കരുതുന്നു. പൂണിയകത്തോട് കടന്നു ചെന്ന് ഉപ്പോടെ ഉണക്കരയും അരിക്കോരി എടുക്കുന്നു. വൈകുടന്ന് തണ്ണുനീര് അമൃത് ചെയ്യുന്നു. ഉപ്പ് ചെന്നൊരു കാക്കുന്നു, അരി ചെന്ന് വരുവാങ്ങുന്നു, ആളുകൾ വരുവാങ്ങുന്നു. അന്നേക്കും 1 മാസത്തിൽ ഒളിവാക പെണ്ണിന് ഗർഭമുണ്ടോ ഇല്ലയോ എന്നുള്ള ഇടവഴക്കം പരിവഴക്കം സംശയങ്ങളൊക്കെ തോന്നിയിടുന്ന കൂടിവാകളുടെ അണിമലയിലും പാലും ചിറക്കും. 9 മാസത്തിൽ കൂടിവാകപ്പെണ്ണിന് ഗർഭച്ചാക്കൂടുകളൊക്കെ തീരാതി കണ്ട് പാടിയിടുന്ന ഒഴുതനെന്ന കൂട്ടിയിടുന്ന മുമ്പളങ്ങ വട്ടമൊത്ത ചേന കുഴി നിറയെ ചേമ്പ് അതിലുന്നയിച്ച് കിടന്ന് കൂട്ടിക്കിടന്ന് കട്ടം കാവത്തൊക്കെ വച്ച് തിന്ന് തുണ്ട് തിന്ന് കൂടിവാകയ്ക്ക് ഇക്കില പെരുമ്പൊതി ചാക്കൂടുകളൊക്കെ തീരാതി കണ്ട് മൂത്ത മാസമുള്ളിൽ മൂത്ത മത്സ്യം ഇവയൊക്കെ വച്ച് തിന്നുന്നു ചുട്ട് തിന്നുന്നു കൊഴുകി തിന്നുന്നു. കൂടിവാകയ്ക്ക് ഇക്കില പെരുമ്പൊതി ചാക്കൂടുകളൊക്കെ ഒരു കണക്കിന് വീർന്ന് കാണുന്ന കാലം ഇട്ട് കിടന്ന വായുണ്ടാക്കി കൂടാ. കട്ടില പട്ടിക അരപട്ടിക വെച്ചുകൂടാ. ഒരുപാട് വെള്ളം മാറി വെച്ച് കോരിക്കൊണ്ടൊന്നും കൂടെ കീർത്തിയാകുന്ന. അപ്പോൾ തന്നെ ഇറങ്ങിക്കൂടെ ഇറച്ചിയാകുന്ന. അപ്പോൾ തന്നെ എറിക്കൂടെ. അന്നേരത്ത് കൂടിവാക പറഞ്ഞു അല്ലയോ എന്റെ ബ്രഹ്മാവിലേക്ക് ആയിരിക്കുന്നല്ലോ 9-10 മാസങ്ങളൊക്കെ നിറവേറ്റിയിട്ടുണ്ട്. പ്രസവവേദന വേദനകളൊക്കെ വിളി വരുന്നുണ്ട്. ആയത് കൊണ്ട് കിടക്കുവാൻ എനിക്കൊരു ബ്രഹ്മാടകം പോലും ഇരിക്കില്ല. വയറുപിടിക്കുന്ന ആകടത്തി മാതാവിനെ ഈ കൂളിക്കുന്ന നാട്ടകത്തും കാണാനില്ല. ഞാൻ ഇവിടെ പോയി വെച്ചോളണം പ്രസവിച്ചോളണം എന്ന വണ്ണം നിലനിൽ നിൽക്കുന്നു. ഒരു നേരത്ത് കൂടിവാകം പെണ്ണ് പെട്ടെന്നിനെ ഒരു ചന്നമട ചാവാൽ മട കാണുന്നു. ശ്രീ
ശ്രീകരിമ്പന കാണുന്നു നാഗവള്ളിയെ കാണുന്നു ശ്രീകരിമ്പന വയപിടിക്കുന്ന നാകുലത്തി മാതാവെന്നവണ്ണം തോന്നുന്നു ശ്രീകരിമ്പനയിൽ മുൻകുഞ്ചാരി നാഗവള്ളിയിൽ മേലൊന്ന് കയറ്റി പിടിക്കുന്നു ഒരടി മുന്നാക്കം വെച്ച് ഇരട്ടി പിന്നാക്കം വെച്ച് ചന്നമടയിലും കിഴങ്ങുന്നു എഴുതിന്തു പൊന്നുടേച്ച് ആധാരം വയ്ക്കുന്നു ചപ്പു ചവറുകളൊക്കെ അടിച്ചു മാറി അതിന്മേൽ കിടക്കുന്നു കൂളിവാ പടയ്ക്കും മുടക്കും അഴകേറും പടയുടെ 18 മലവാഴുണ്ടയന കാരി വാഴികേ കൂടിവാകയായിരിക്കുന്നു അഞ്ചെണ്ണയാതെ വേദിച്ചെടുത്ത് കൂടിവാകയുടെ എങ്ങനെ വക്കിന് നമ്മളകത്ത് മുതകത്തെ 5 സ്ഥാനത്ത് കൊണ്ട് നേരിട്ട് ഉരട്ടി നേർവൈക്കിലെ വെള്ളയെ ഒഴിഞ്ഞൊഴിഞ്ഞ് അടിവയറോട് ഒഴിഞ്ഞിറക്കി അടിവയറ്റിലെ വെള്ളയെ കടവയറോട് ഒഴിഞ്ഞിറക്കുമ്പോ 335 മക്കള് പിന്നേക്കും പിന്നാലെ അതിനും പിന്നാലെ ദുരിതരേ എന്ന വണ്ണവ 335 മക്കളെ ഉണ്ട് പെറ്റ് പ്രസവം ചെയ്തു കൂടിവാകയായിരിക്കുന്നു മക്കളെ ഉണ്ട് മറിഞ്ഞു നോക്കുമ്പോ വെള്ളത്തില് കൂത്താങ്കടന്ന് തിളയ്ക്കണ പോലെ പഴച്ചക്കാവിനെ കുരുതറിച്ച പോലെ ആട്ടിൻകൂട് തുറന്നു വിട്ട പോലെ കോഴിക്കൂട് തുറന്നു വിട്ട പോലെ നെല്ലിക്ക കൊട്ടയിൽ നിന്ന് മറിഞ്ഞാന പോലെ നാരങ്ങ കൊട്ടയിൽ നിന്ന് ചെരിഞ്ഞാന പോലെ 335 മക്കളെ കാണുന്ന നേരത്തെ അവളായിരിക്കുന്നു അവളുടെ അനിവയറോടെ ഒന്ന് മറിഞ്ഞു നോക്കുമ്പോ അവളുടെ അനിവയറ് ഒട്ടും നിന്നയിച്ച് കാണാനില്ല ആ നേരത്തെ കൂടിവാക തിരുമനസ്സിനും വന്ന് നിരന്തുക അയ്യോ എന്റെ ബ്രഹ്മാവേ ഞാനായിരിക്കുന്നു ഇത്രയ്ക്കും പെരുത്തു മക്കള് പെറ്റേ പ്രസവം ചെയ്തിട്ട് എന്റെ അണിവയറ് ഒട്ടും തന്നെ ദയിച്ച് കാണുവാനില്ല എന്റെ അണിവയറ്റില് വല്ല കല്യാണ കട്ട മുട്ടി എന്നവണ്ണം പറയുന്ന നേരത്തെ അവളായിരിക്കുന്ന പെട്ടെന്നിന് പ്രസവേദന നേരെടുക്കുമ്പോ 336 കോമനാവൈതലിന് മൂടലോട് കൊണ്ട് പെറ്റ് പ്രസവം ചെയ്തു ിരിക്കുന്നു മകനുടെ മൂടശീല കുപ്പായമൊന്ന് മറിഞ്ഞു തുറന്നു നോക്കുമ്പോ കത്തി നിൽക്കുന്ന ദീപം പോലെ കതിരവരുടെ ഹൃദയം പോലെ കറുത്തൊരു മേനിയിലെ വെളുത്തൊരു രോമം വെളുത്തൊരു മേനിയിലെ കറുത്തൊരു രോമം അങ്കത്രിച്ചട കാളിപ്പല്ല് ഇടം പിരിവലം യോഗാർവട്ടമ മകനുടെ തിരിച്ചാതുക്കമ്മ മുറവിളി കേൾക്കുമ്പോ കടലെ കലങ്ങും പോലെ മല വിറയ്ക്കും പോലെ മലയിലെ വണ്ടും വിമാനക്കുരങ്ങുകളെ മേൽമല മുകളിൽ പോയി പാടെ കിളച്ച് ഒളിച്ചു ഉറങ്ങിരുന്നുവ ആ നേരത്തൂടെ വാക 336 മക്കളെയും ഉണ്ട് കുളിമുറി ദേവാലയം കഴിപ്പിച്ചു അങ്ങുണ്ടതില പാതാളത്തിലും ഉണ്ട് വെച്ചടച്ചു കൂട്ടി കൂടി വാക
തീർന്നതിന് എല്ലാപ്പൊലാവാകായ്മ തീർന്നു. 20 കഴിഞ്ഞ് 28 നാൾ വന്നീരെടുക്കുമ്പോ കൂലിവാകയായിരിക്കുന്നു. തിരുമനസ്സിന് ഒന്നിനെന്തോ അയ്യോ എന്റെ ബ്രഹ്മാവേ, എന്റെ മക്കൾക്കായിരിക്കുന്നു. 28 നാൾ വന്നീരെടുത്തില്ലേ, എന്റെ മക്കൾക്ക് നല്ലത് ഞാനും ഒന്ന് കെട്ടി 4 പേര് ഒന്ന് വിളിക്കണമെന്ന് വന്നാല് അച്ഛൻ പരമേശ്വരന്റെ ശ്രീകൈലാസത്തോടെ കൊണ്ടുപോകണ്ടേ. ഇത്രയ്ക്കും വരത്ത് മക്കളെ ഞാന് ഏവണ്ണമാണ് ശ്രീകൈലാസത്തോടെ കൊണ്ടുപോകണ്ടേ. ഒരു മകനാണെന്ന് വന്ന ഒരൊക്കത്തും വെച്ച് കൊണ്ടുപോകാമായിരുന്നു. 2 മക്കളാണെന്ന് വന്ന 2 ഒക്കത്തും വെച്ച് കൊണ്ടുപോകാമായിരുന്നു. 3 മക്കളാണെന്ന് വന്ന 2 എണ്ണത്തിന് ഒക്കത്തും വെച്ച് ഒരെണ്ണത്തിന് കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാമായിരുന്നു. ഇത് 336 ഓമനാ മക്കളല്ലേ എന്ന വണ്ണം പറഞ്ഞു. അവളായിരിക്കുന്നു നാടകളെ നാരാളി അത്യാതെടുത്തു ഓണയാറിന്റെ വനവാസത്തിലങ്ങനെ കീഴറങ്ങി കൂടിവാക. ഒന്നല്ലോ ഓരാങ്കോട്ട മാനാങ്കോട്ട നെയ്തൊരുക്കി ഓടിവാക. ഓരാങ്കോട്ടയിലെ ഓരോരോ മക്കളെ നിറവേറ്റുന്ന ഒരു നേരത്തെ ഓരോരോ മക്കളെ ഇങ്ങോട്ട് പിടിച്ചു. ഒരാങ്കോട്ടയിൽ ഓരോരോ മക്കളെ നിറവേറ്റി. ഓരോരോ മക്കളെ അടിക്കടിക്ക് ചാരി ചാരി കമ്മത്തി കമ്മത്തി പാടത്ത് കക്കടണ പോലെ ഓരോരോ മക്കളെ ഓരാങ്കോട്ടയിലോട്ട് നിറവേറ്റി കൂടിവാക. അവളായിരിക്കുന്നു ഒരു കണക്കിന് തലയിലേക്കും എടുത്തു വെച്ചു. അച്ഛൻ പരമേശ്വരന്റെ ശ്രീകൈലാസം നോക്കി നടയാട്ട നടകൊള്ളുന്നേ. അച്ഛൻ കുളിക്കുന്ന തത്ര വിളിച്ച് പേരാറ്റിന് വൻകരയിലൂടെ വഴി പോകുമ്പോ ഓരോങ്ങോട്ടിൽ നിന്ന് ഓരോരോ ചാത്തമാര് ഓരോരോ മറിമായം മണിച്ചു അവരായിരിക്കുന്നു. ഓരോങ്ങോട്ടിൽ നിന്ന് എടുത്തു ചാടി തത്ര വിളിച്ച് പേരാറ്റിൽ അങ്ങനെ അങ്ങനെ നീക്കി നീക്കി കളിക്കുമ്പോ കൂടിവാക മക്കളെ കൈ കാട്ടി വിളിച്ചു കണ്ടാട്ടി വിളിച്ചു. അണിമുരാരുണ്ടോ കുലുക്കി കുലുക്കി വിളിച്ചിട്ടും മക്കളെ കരയണെന്നത് കാണുവാനില്ല. ആ നേരത്ത് മക്കളെ നിന്ന് കൂടിവാകയോട് പറഞ്ഞു, അല്ലയോ എന്റെ കൂടിവാക, നിങ്ങളെ വിളിച്ചാൽ കരയേറുന്ന മക്കളെ ഞങ്ങളല്ല മാതാവേ, ഞങ്ങളുടെ അച്ഛനാര് അമ്മയാരെന്ന് ചൊല്ലിത്തരാതെ തത്ര വളരെ പേരാറ്റിന്റെ വൻകര കീഴണയുന്ന മക്കളെ ഞങ്ങളല്ല മാതാവേ എന്ന വണ്ണം പറയുമ്പോ കൂടിവാക മക്കളോട് പറഞ്ഞു, അയ്യോടെ എന്റെ മക്കളെ, നിങ്ങളുടെ അച്ഛനാരെന്ന് വന്ന അച്ഛന് പരമേശ്വരനാണടാ, അമ്മയാരെന്ന് വന്ന സത്യാസ്വരൂപിണി പാർവതി മാതാവാണ് മക്കളെ. നിങ്ങളെ 10 മാസം ചുവന്ന് പെറ്റെടുത്തണി വളർത്തിയ കൂളിവാകിയെന്ന കാട്ടാളത്തി പെണ്ണ് ഞാനാണട മക്കളെ എന്ന വണ്ണം പറയുമ്പോ 336 ഓമനാ മക്കളെ അങ്ങനെ കരകയറുന്ന കാലം. അച്ഛൻ പരമേശ്വരന്റെ ശ്രീകൈലാസം നോക്കി വഴിയാതെ വഴി പോകുമ്പോ അച്ഛൻ പരമേശ്വരന്റെ പൂങ്കാവനത്തിന് കീഴെ കൂടിവാക വഴി നടക്കുമ്പോ ഓരാങ്ങോട്ടിൽ നിന്ന് ഓരോരോ ചാത്തന്മാരെ ഓരോരോ മറിമായം കാണിച്ചു. പൂങ്കോഴി നങ്ങണ കോഴിയുടെ പുഷ്കര ദണ്ഡനാഥമുയർത്തുമ്പോ
അച്ഛൻ പരമേശ്വരന് മേലുയർന്ന മാറിൽ നിന്ന് മക്കളുടെ തിക്കും തിരക്ക് വെള്ളാട്ട് കേട്ടുക കീഴുവരെ മാളികയിലൂടെ മറിഞ്ഞു നോക്കുന്ന കാലം കാണുന്ന നേരത്തെ അച്ഛനായിരിക്കുന്നു കൂളിവാകിയുടെ അടുത്തേക്ക് അങ്ങനെ ഓടിച്ചെന്നു കൂളിവാകിയോട് പറഞ്ഞു അയ്യോടി എന്റെ കൂളിവാകെ എന്തിനെ കൊണ്ടാണ് ഏതിനെ കൊണ്ടാണ് നീ ഇത്രയ്ക്കും വരുത്ത മക്കള് ശ്രീകൈലാസത്തോടെ കൊണ്ടുപോകുന്ന കാര്യമേന്റെ കൂളിവാകെ എന്ന വണ്ണം ചോദിക്കുമ്പോ കൂളിവാക അച്ഛൻ പരമേശ്വരനോട് പറഞ്ഞു നിങ്ങളിപ്പോഴും പറഞ്ഞൂല ഇത് നിങ്ങളുടെ മുന്നി മക്കളല്ലേ അച്ഛ എന്റെ മക്കളെ നല്ലൊരഞ്ഞാണം ഒന്ന് കെട്ടി 4 പേരൊന്ന് വിളിക്കുക അച്ഛ എന്ന വണ്ണം പറയുന്ന നേരത്തെ അച്ഛനായിരിക്കുന്നു കൂളിവാകയോട് പറഞ്ഞു അയ്യോടി എന്റെ കൂളിവാകെ ഇത്രയ്ക്കും വരുത്ത മക്കളെ ഞാന് നല്ലൊരഞ്ഞാണം ഒന്ന് കെട്ടിയേ 4 പേരൊന്ന് വിളിക്കണമെന്ന് വന്നാല് ഈ നാട്ടിലുള്ള പഞ്ഞിനൂല് പരുത്തി നൂല് മുഴുവനും ഒടുങ്ങിപ്പോകില്ല കൂളിവാകെ ചെറുകുടിയ മഹാജനങ്ങളുടെ പേര് മുഴുവനും ഒതുങ്ങി പോകില്ല കൂളിവാകെ എന്ന വണ്ണം പറയുന്ന നേരത്തെ ആയതേ ഒന്നും തന്നെ പറഞ്ഞാലും മതി പോലില്ല അച്ഛ എന്റെ മക്കള് നല്ലൊരഞ്ഞാണെന്ന് കേട്ടി 4 പേരൊന്ന് വിളിക്ക് എന്ന വണ്ണം പറയുമ്പോ അച്ഛനായിരിക്കുന്നു അച്ഛന്റെ ബ്രഹ്മസ്യമ പൂനൂലിൽ നിന്ന് ഒരിഴാന്ന് പൊട്ടിച്ചെടുത്തുക ഭൂമി സ്ഥാനത്ത് നോക്കി അടിയടിക്കുന്ന കാലം ഭൂമി സ്ഥാനത്ത് നോക്കി അടിയടിക്കുന്ന നേരത്തെ ഒന്നല്ലോ പാർവള്ളി തോട്ടങ്ങൾ വന്ന് ഒരു തിരിയുന്ന നേരത്തെ കൂളിവാകയായിരിക്കുന്നവ നാടകനെ നാരായണെത്തിയാലെടുത്തു പാർവള്ളി തോട്ടത്തോടെ കടന്നു ചെന്നുവ ഒരു കെട്ട് പാർവള്ളിയാല് ചാൺ വെച്ച് മുളം വെച്ച് മുറിച്ചെടുത്ത് കൂളിവാക വെള്ള വെയിലത്ത് വെച്ച് വെള്ളവാട്ടം മാറ്റി അവളായിരിക്കുന്ന അച്ഛൻ പരമേശ്വരന്റെ വലങ്കയിലങ്ങനെ വെച്ച് കൊടുക്കുന്ന കാലം അച്ഛനായിരിക്കുന്ന കുളികുറി തേവാരം കഴിഞ്ഞുവ ശങ്കാരാധന പടക്കൊട്ടിലെ കടന്നു ചെന്നു ശങ്കാരാധന കഴിഞ്ഞുവ ദീപാരാധന കഴിഞ്ഞു മണിയടിച്ച് പൂജ കഴിഞ്ഞുവ അഞ്ചല്ലോ ഭസ്മകുറികൾ കഴിഞ്ഞുവ ആടശീലകൾ നിറഞ്ഞെടുത്തുവ നിറപരാമണി ദീപങ്ങൾ കൊണ്ട് വളർത്തി വെച്ചുവ ഓരോരോ മക്കളെ പൊടിപുരിതവാരം കഴിപ്പിച്ചുവ ഓരോരോ മക്കളെ നല്ലൊരനാണം കെട്ടി 4 പേര് വിളിക്കുക അരയിരുന്നു അച്ഛന് പരമേശ്വരനാകെ ഇങ്ങോട്ട് പിടിച്ചു ഓരോരോ മക്കളെ നല്ലൊരനാണം കെട്ടി 4 പേര് ഒന്ന് വിളിക്കുക അരയിരുന്നു അച്ഛന് ആദ്യം പിറന്ന മകനെ ഇങ്ങോട്ട് പിടിച്ചു പാർവള്ളി കൊണ്ട് അരഞ്ഞാണമായി കെട്ടി ആദ്യം പിറന്ന മകനെ ഒന്നല്ലോ അഴകിയൊരു പേര് വിളിച്ചു ആദ്യം പിറന്ന മകനെ ആദിവാ കരികുട്ടി കരികുട്ടി കരികുട്ടിയെ ആദ്യം പിറന്ന മകനെ ആദിവാ കരികുട്ടി എന്ന് വിളിച്ചു അങ്ങനെ ഓരോരോ മക്കളെ ഓരോരോ പേര് വിളിച്ചു ആ കുട്ടി കുട്ടി മായക്കുട്ടി ഗന്ധക്കുട്ടി പുഷ്പക്കുട്ടി ദീപക്കുട്ടി ഗരുഡക്കുട്ടി ഓടുകുട്ടി ചാടുകുട്ടി ഇരിക്കും കുട്ടി കിഴക്കും കുട്ടി മുക്കിലെ കുട്ടി മേപ്പള്ളി കുട്ടി മേപ്പള്ളി
എന്നിങ്ങനെ 335